ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് കാണേ. ഇതിൻ്റെ പ്രോബ്ലംസും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റിവിഷനാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യാം. ഓക്കെ, എനിവേ ഇൻകം ഫ്രം സാലറീസ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 5 ഹെഡ്സ് ഓഫ് ഇൻകം ആയിരിക്കും. ഈ 5 ഹെഡ്സ് എന്ന് പറയുന്നത് സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എനിവേ അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഹെഡാണ് സാലറീസ്. അതാണ് ഈ ഒരു ചാപ്റ്റർ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വാട്ട് ഈസ് സാലറി, സാലറിയുടെ ഒരു മീനിങ് പഠിച്ചേക്കാം. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, സാലറി എന്ന് പറയുമ്പോൾ സാലറി ഈസ് എ റിമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയി ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, സാലറി എന്ന് പറയുമ്പോൾ എന്താ? എൻ്റെ സർവീസിൻ്റെ ഫലമായിട്ട് എൻ്റെ എംപ്ലോയർ എനിക്ക് പേ ചെയ്യുന്ന എമൗണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? സാലറി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഓൾ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അത്. പിന്നെ ഓൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ്. ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എൻ്റെ എംപ്ലോയർ എനിക്ക് ഈ ക്യാഷ് അല്ലാണ്ട് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് മെഡിക്കൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അക്കോമഡേഷൻ, അത്തരത്തിലുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ഒരു സാലറിയുടെ ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സാലറിയുടെ ഹെഡിൽ വരുന്ന ഐറ്റംസ് ആണ് സാലറി ഡ്യൂ ആവുന്നത്, അഡ്വാൻസ് സാലറി ആൻഡ് അരിയേഴ്സ് ഓഫ് സാലറി. സാലറി ഡ്യൂ ആവുക എന്ന് പറയുന്നത് ഈ ഒരു മാസത്തെ സാലറി, എനിക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറത്തെ സാലറി ഡ്യൂ ആവും. അത് മേ ബി പേ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ സാലറി ഡ്യൂ ആയിട്ടുണ്ട്. അഡ്വാൻസ് സാലറി എന്ന് പറയുമ്പോൾ ഒരു 1-2 മാസത്തെ സാലറി ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിക്കുക. അതായത് ഇതിപ്പോൾ നവംബർ അല്ലേ, ഡിസംബറിലെ സാലറി അതുപോലെ തന്നെ ജനുവരിയിലെ സാലറി ഞാൻ ഇപ്പം തന്നെ വാങ്ങിക്കുക. അതാണ് അഡ്വാൻസ് സാലറി എന്ന് പറയുന്നത്. പിന്നെ അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ കുറേ മുന്നേ നമുക്ക് കിട്ടാനുള്ള സാലറി ഇപ്പം നമുക്ക് കിട്ടുക, അതാണ് അരിയേഴ്സ് ഓഫ് സാലറി. ഓക്കെ, അതാണ് കേട്ടോ ഈ 3 പോയിൻറ്റ്സ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഡെഫിനിഷൻസ് ഓഫ് സാലറി ആണ്. ഡെഫിനിഷൻസ് ഓഫ് സാലറി ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വന്നേക്കാം. ഓക്കെ, ഡെഫിനിഷൻസ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ വേജസ്, എനി ആന്വിറ്റി ഓർ പെൻഷൻ, എനി ഗ്രാറ്റുവിറ്റി, എനി ഫീസ്, കമ്മീഷൻ, പെർക്വിസൈറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് അഡീഷൻ, എനി സാലറി ഓർ വേജസ്, എനി അഡ്വാൻസ് സാലറി. ഓക്കെ, ഒരു 5 പോയിൻറ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് കോമ്പോണൻസ് ഓഫ് സാലറി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, കോമ്പോണൻസ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് ബേസിക് സാലറി ഓർ വേജസ്. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യില്ലേ? ഓക്കെ, അതായത് ഒരു ദിവസം 100 രൂപ നിരക്കിൽ 30 ദിവസം, അങ്ങനെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് അവരങ്ങ് തരില്ല. അതായത് ഒരു ദിവസം 100 രൂപ അല്ലെങ്കിൽ 500 രൂപ 600 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു എമൗണ്ട് ഇത്ര വയ്ക്കും. അത് ഇത്ര ദിവസം അവരങ്ങ് തരും. അതാണ് ബേസിക് സാലറി. മിനിമം ഇത്രയെങ്കിലും. അതാണ് ബേസിക് സാലറി ആൻഡ് വേജസ് മീൻ എ പേയ്മെൻറ്റ് ഓർ കോമ്പൻസേഷൻ ഫോർ വർക്ക് ഡൺ ഓർ സർവീസ് റെൻഡഡ്. ജനറലി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് സാലറി ഈസ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് നോൺ മാനുവൽ വർക്ക് ആൻഡ് വേജസ് ഇൻ റെസ്പെക്ട് ഓഫ് മാനുവൽ വർക്ക്. ഹിയർ സാലറി മീൻസ് ബേസിക് സാലറി. ഓക്കെ, സാലറി എല്ലാ മാസവും ഒരു കൃത്യമുള്ള ഒരു എമൗണ്ട് 5000 രൂപ 10000 രൂപ എന്ന് പറഞ്ഞിട്ട് അതാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബേസിക് സാലറി ഫസ്റ്റ് കോമ്പോണൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഈസ് കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് പെയ്ഡ് ടു എംപ്ലോയി ടു കോമ്പൻസേറ്റ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് മേ ബി നമ്മൾ ഈ റെൻറ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചിലവ് വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയർ നമുക്ക് തരുന്ന എമൗണ്ടാണ് എന്ത്? ഡിയർനെസ് അലവൻസ്. അതാണ് കോസ്റ്റ് ഓഫ് ലിവിങ്, താമസിക്കാനുള്ള ചിലവ് വഹിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഡിയർനെസ് പേ. അതും ഇതുപോലെ തന്നെ ഇറ്റ് റെഫേഴ്സ് ടു ഡിയർനെസ് അലവൻസ് ഗിവൺ ഓൺ എ റെഗുലർ ബേസിസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇറ്റ് കൺസിഡേഴ്സ് വൈ കാൽക്കുലേറ്റിംഗ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, പിന്നെ അഡ്വാൻസ് പേ, സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഓഫ് സാലറീസ് ഇൻ ഇയർ ഓഫ് റെസിപ്റ്റ്.
അരിയേഴ്സ് ഓഫ് സാലറി, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ബോണസ്, ഇനി ബോണസ് റിസീവ്ഡ് ഫ്രം ദി എംപ്ലോയർ ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദി സാലറി. അതായത് ബോണസ് എന്തെങ്കിലും നമുക്ക് നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നും പ്രീവിയസ് ഇയറിൽ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സാലറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ആന്വിറ്റി, അതുപോലെ തന്നെ പെൻഷൻ വല്ലതും കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ, പെൻഷൻ ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ പീരിയോഡിക്കലി ആഫ്റ്റർ ദി റിട്ടയർമെൻറ്റ് ഓഫ് ദി എംപ്ലോയി. അതായത് ഒരു എംപ്ലോയി റിട്ടയർ ആയതിനു ശേഷം പീരിയോഡിക്കലായിട്ട് നമ്മുടെ എംപ്ലോയർ പേ ചെയ്യും എംപ്ലോയിക്ക്. ഇറ്റ് ഈസ് ദ പേയ്മെൻറ്റ് ഓഫ് മണി ഫോർ ദി പാസ്റ്റ് സർവീസ് റെൻറ്റഡ് ബൈ ദി എസ് എസ് സി പെൻഷനർ ടാക്സ് ആൻഡ് ദി ഹെഡ് ഓഫ് സാലറി. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പെൻഷനും നമ്മൾ സാലറിയുടെ ഹെഡിലാണ് ഇത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നതാണ് കോമ്പോണൻസ് ഓഫ് സാലറി. ഏതൊക്കെയായിരുന്നു? ബേസിക് സാലറി, പിന്നെ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, പിന്നെ അഡ്വാൻസ് പേ, അരിയേഴ്സ് ഓഫ് സാലറി, ബോണസ്, പിന്നെ ആന്വിറ്റി ആൻഡ് പെൻഷൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് അലവൻസസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അലവൻസസ് എന്താണെന്ന് വെച്ചിട്ട് മേ ബി ക്വസ്റ്റ്യൻ വന്നേക്കാം. അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് അലവൻസസ് ഈസ് ഡിഫൈൻഡ് ആസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ഹിസ് എംപ്ലോയീസ് ഇൻ അഡീഷൻ ടു ദി സാലറി. അതായത് സാലറിയുടെ എമൗണ്ടിന് പുറമെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലവൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സാലറിക്ക് പുറമെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, പൈസയാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അലവൻസസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് പെയ്ഡ് ഫോർ മീറ്റിംഗ് സം സ്പെസിഫിക് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ എക്സ്പെൻസസ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? മേ ബി അത് ഒഫീഷ്യലായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി, അതിനെയാണ് എന്ത് പറയുന്നത്? അലവൻസസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ലൈനാണ് ഇത്, ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, പൈസയാണ് അവിടെ കൊടുക്കുന്നത്, അല്ലാണ്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ല, മെഡിക്കൽ അലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എല്ലാ മാസവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ കാണിച്ചു തരില്ല. ഓക്കെ, അതാണ് പറയുന്നത് എന്ത്? അലവൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അലവൻസസ് തന്നെ 3 തരത്തിലാണുള്ളത്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർഷ്യലി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയൂ കേട്ടോ ചിലപ്പോൾ. ഫുള്ളി ടാക്സബിൾ അലവൻസ് ഏതൊക്കെയാണ്, പാർഷ്യലി ടാക്സബിൾ അലവൻസ് ഏതൊക്കെയാണ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് മേ ബി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസസ് നോക്കാം. ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു 1000 രൂപ കിട്ടുകയാണെങ്കിൽ ആ 1000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം. അതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. പാർഷ്യലി ടാക്സബിൾ അലവൻസ് എന്ന് പറയുമ്പോൾ 500 രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി, 500 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. അല്ലെങ്കിൽ ഒരു 250 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം, 750 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. നേരെ ഓപ്പോസിറ്റാണ്, 750 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം, 250 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം. അങ്ങനെ കുറച്ച് എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം, കുറച്ച് എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ട. അതാണ് പാർഷ്യലി ടാക്സബിൾ അലവൻസസ്. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആൻഡ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. അതായത് ഒരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വന്നേക്കാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഡിയർനെസ് അലവൻസ്, DA എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഡിയർനെസ് അലവൻസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് അലവൻസ് ഗിവൺ ബൈ ദി employees to meet the increased cost of living. Okay, such a dearness allowances is taxable as a salary income in the hands of the employee. ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത്? ഡിയർനെസ് അലവൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് കാണിക്കണം, എന്നാൽ മാത്രമാണ് അത് നമ്മൾ നമ്മുടെ സാലറിയുടെ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കില്ല. അത് കാണിക്കാതെ ആകെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് അത് ഗ്രാറ്റുവിറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. ഗ്രാറ്റുവിറ്റിയിൽ അങ്ങനെ കാണിക്കണമെന്നില്ല, ജസ്റ്റ് DA എന്ന് മാത്രം മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി എല്ലാത്തിലും ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് കാണിക്കണം, എന്നാൽ മാത്രമേ അത് എടുക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് DP, ഡിയർനെസ് പേ. ഡിയർനെസ് പേ ഈസ് ദ എമൗണ്ട് ഓഫ് അലവൻസ് പെയ്ഡ് ആസ് പെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അതായത് ഈ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കണം? മുഴുവൻ എമൗണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് ഈസ് ഫുള്ളി ടാക്സബിൾ ഈവൻ ഇഫ് സം എക്സ്പെൻഡിച്ചർ ഹാസ് ആക്ച്വലി ബീൻ ഇൻക്വേർഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓർ ഫാമിലി. അതായത് ഞാനൊരു സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന്
എനിക്ക് 20,000 രൂപയാണ് സാലറി. ഓക്കെ, ഈ 20,000 രൂപയ്ക്ക് പുറമെ 1000 രൂപ എനിക്ക് മെഡിക്കൽ അലവൻസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 1000 രൂപ അവരെനിക്ക് തരികയാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ് എന്ത്, നിനക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ നീ ഡോക്ടറെ കാണിക്കാനുള്ള പൈസയാണിത്. അതാണ് ഈ 1000 രൂപ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 1000 രൂപ അവരെനിക്ക് തരികയാണെങ്കിൽ ആ 1000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ ടിഫിൻ ഓർ ലഞ്ച് അലവൻസ്, ഇറ്റ് ഈസ് ഗിവൺ ഫോർ ലഞ്ച് ആൻഡ് റിഫ്രഷ്മെൻറ്റ് ടു ദ എംപ്ലോയീസ് ഈസ് ഫുള്ളി ടാക്സബിൾ. അതായത് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മേ ബി അവരെനിക്ക് ക്യാഷ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ അവരെനിക്ക് തരികയാണെങ്കിൽ, അങ്ങനെ പൈസ തന്നു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് മുഴുവൻ എമൗണ്ടിന് എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. പിന്നെ സെർവൻ്റ് അലവൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ എംപ്ലോയർ പറഞ്ഞു നീ ഒരു സെർവൻറ്റിനെ വെച്ചോ, ഞാൻ അലവൻസസ് പ്രൊവൈഡ് ചെയ്യാമെന്ന്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു സെർവൻറ്റിനെ വെച്ചു. അങ്ങനെ സെർവൻറ്റിന് കൊടുക്കാനുള്ള ക്യാഷ് ആരെനിക്ക് തരും, ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗിവൻ ടു ലോ പെയ്ഡ് എംപ്ലോയി നോ ബീങ് ആൻ ഓഫീസർ. ഇറ്റ് ഈസ് ടാക്സബിൾ ഫോർ ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് അവരെനിക്ക് എന്ത് സെർവൻറ്റിന് കൊടുക്കാനുള്ള സാലറി തരികയാണ്. ഓക്കെ, ഇത് സെർവൻറ്റിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവരെനിക്ക് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്താൽ, അങ്ങനെ അവരെനിക്ക് ആ ഒരു അലവൻസ് പ്രൊവൈഡ് ചെയ്താൽ ആ എമൗണ്ടിന് എന്തടയ്ക്കണം എന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വാർഡൻ അലവൻസും അതുപോലെ തന്നെ. പിന്നെ ഹിൽ അലവൻസ്, ഓവർ ടൈം അലവൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം പണിയെടുത്ത്, അതായത് രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി പറയുന്നത്. ഓക്കെ, ഈ 5 മണിക്ക് പുറമെ പിന്നെയും ഞാനൊരു 7 മണി മുതൽ ഒരു 10-12 മണി വരെ എടുത്ത ഓവർ ടൈം ആയി. അപ്പോൾ ഈ ഓവർ ടൈം അലവൻസിന് അവർ എനിക്ക് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യും. അങ്ങനെ ഞാൻ ഓവർ ടൈം പണിയെടുത്ത് എനിക്ക് അവർ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിന് ഞാൻ ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. വെൻ ആൻ എംപ്ലോയി വർക്ക്സ് ഫോർ എക്സ്ട്രാ ഹവേഴ്സ് ഓവർ ആൻഡ് എബവ് ഹിസ് നോർമൽ ഹവേഴ്സ് ഓഫ് ഡ്യൂട്ടി ഹി ഈസ് ഗിവൺ ഓവർ ടൈം അലവൻസ് ആസ് എക്സ്ട്രാ വേജസ്. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുമ്പോൾ ദിസ് അലവൻസ് ഈസ് പെയ്ഡ് ടു എംപ്ലോയി ഹൂ പോസ്റ്റഡ് ഇൻ ബിഗ് സിറ്റീസ്. ദ പർപ്പസ് ഈസ് കോമ്പൻസേറ്റ് ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ. അതായത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുമ്പോൾ ഹൈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ എക്സ്പെൻസ് കൂടുതലായിരിക്കും താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തടയ്ക്കണം എന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതർ അലവൻസുകളാണ് ഫാമിലി അലവൻസ്, മാരേജ് അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, ഹോളിഡേ അലവൻസ് ഒക്കെ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് പറയാൻ സാധ്യതയുണ്ട്, പഠിച്ച് വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്, ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, മെഡിക്കൽ അലവൻസ്, വാർഡൻ അലവൻസ്, ഓവർ ടൈം അലവൻസ്, മാരേജ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. സിറ്റി എന്ന് പറയണേ വെറും കോമ്പൻസേറ്ററി കൊടുക്കരുത്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ടിഫിൻ ഓർ ലഞ്ച് അലവൻസ്. ഇതൊക്കെ എന്താണ്, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പാർട്ട്ലി ടാക്സബിൾ അലവൻസ്. അതായത് മുഴുവൻ എമൗണ്ട് നമ്മൾ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ബാക്കിയുള്ള എമൗണ്ടിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഹൗസ് റെൻ്റ് അലവൻസ്, HRA. ഓക്കെ, അപ്പോൾ HRA നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 30A ഓഫ് ദി ആക്ട് ഗ്രാൻസ് എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഹൗസ് റെൻ്റ് അലവൻസ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫ്രം ഹിസ് എംപ്ലോയർ. അതായത് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുമ്പോൾ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെനിക്ക് എന്ത് ചെയ്യുക, എമൗണ്ട് തരിക. അതാണ് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ വീട് കാലിക്കറ്റാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രമാണ്. സോ എനിക്ക് ഡെയിലി പോയി വരാൻ ഒക്കത്തില്ല. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും ഫ്ലാറ്റിലോ റൂമെടുത്ത് താമസിക്കുകയായിരിക്കും. ഓക്കെ, ക്വാർട്ടേഴ്സിലോ മറ്റോ. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് റെൻറ്റ് കൊടുക്കണം, ഫ്രീ ആയിട്ട് താമസിക്കില്ലല്ലോ. അപ്പോൾ റെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എമൗണ്ട് വേണം. അപ്പോൾ ആ എമൗണ്ട് ആര് തരിക, എൻ്റെ എംപ്ലോയർ തരിക. എൻ്റെ എംപ്ലോയർ തന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 10,000 രൂപ എൻ്റെ എംപ്ലോയർ തന്നു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനൊരു എക്സംഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതാണ് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു, HRA ആക്ച്വലി റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ്. അതായത് എൻ്റെ എംപ്ലോയർ എനിക്ക് തന്നത് എത്രയാണ്, 10,000 രൂപ. റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. അതായത് റെൻറ്റ് നമ്മൾ കൊടുക്കുമല്ലോ എല്ലാ മാസവും. അങ്ങനെ ഒരു വർഷത്തെ റെൻറ്റ് കൊടുത്തതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുക, നമ്മുടെ സാലറിയുടെ 10% മൈനസ് ചെയ്യുക. അത് ഇന്നർ കോളത്തിൽ എഴുതുക, ഔട്ടർ കോളത്തിൽ എഴുതുക. പിന്നെ മേജർ സിറ്റി ആണോ
അതോ ലോക്കൽ സിറ്റി ആണോ നോക്കാം. മേജർ സിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സിറ്റി വരുന്നത്? മുംബൈ, ഡൽഹി, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. അത്തരത്തിലുള്ള സിറ്റി ആണെന്നുണ്ടെങ്കിൽ സാലറിയുടെ 15% എടുക്കുക. അതല്ല ലോക്കൽ സിറ്റി ആണെന്നുണ്ടെങ്കിൽ 40%. ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് ഇതിനായിരിക്കും എക്സംഷൻ ഉണ്ടായിരിക്കുക. എന്നിട്ട് ആക്ച്വലി HR റിസീവ്ഡിൽ നിന്നും ഈ എക്സംഷൻ എമൗണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? ടാക്സബിൾ HR എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു 15% ഓഫ് സാലറി ആൻഡ് 40% ഓഫ് സാലറി. എന്താണ് ഈ സാലറി? അപ്പോൾ ആ സാലറി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്തൊക്കെ? ബേസിക് സാലറി, അതായത് എല്ലാ മാസവും എനിക്ക് 10,000 രൂപ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അതാണ് ബേസിക് സാലറി. അതിൻ്റെ പുറമെ എനിക്ക് ഡിയർനെസ് അലവൻസും ഡിയർനെസ് പേയും അവരെന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. ഡിയർനെസ് അലവൻസിൻ്റെ ബ്രാക്കറ്റിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഡിയർനെസ് അലവൻസും ഡിയർനെസ് പേയും അവർ ഡിയർനെസ് അലവൻസിൻ്റെ ബ്രാക്കറ്റിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്തെടുക്കുന്നത്? അതെടുക്കുന്നത്. ഞാനിപ്പോൾ കൺസ്യൂം ചെയ്ത് കാണിച്ചു തന്നുള്ളതാണ്. ഇഫ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് DA നമ്മൾ എടുക്കുന്നത്. പിന്നെ പ്ലസ് കമ്മീഷൻ്റെ ബ്രാക്കറ്റിൽ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അലവൻസസിൻ്റെ കേസിൽ ബേസിക് സാലറി DAയുടെ ബ്രാക്കറ്റിൽ പറയണം DP, പിന്നെ കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്രയാണ് നമ്മൾ 15% ഓഫ് സാലറിയും 40% ഓഫ് സാലറിയും, അതുപോലെ തന്നെ റെൻറ്റ് പേഡിൽ നിന്നും സാലറിയുടെ 10% മൈനസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സാലറിയാണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ ഈ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഈ താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ പാർഷ്യലി ടാക്സബിൾ അലവൻസസിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഹൗസ് റെൻറ്റ് അലവൻസ്. നെക്സ്റ്റ് പറയുന്നതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്ക് എക്സംഷൻ വരുമ്പോൾ ഡിഡക്റ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇതിലങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല, കുറച്ചങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട, അങ്ങനെ എന്തോ ആണ്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ഫസ്റ്റ് ഇൻക്ലൂഡ് ഇൻ എംപ്ലോയി സാലറി ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അതായത് നമ്മൾ ഗ്രോസ് ടോട്ടലിങ്ങും കാണുമ്പോൾ ഗ്രോസ് സാലറി കാണുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുക്കും. ഓക്കെ, അതിന് ശേഷം പിന്നെ ഡിഡക്റ്റ് ചെയ്യാനുണ്ട്. ഡിഡക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡിഡക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 5,000 മാക്സിമം പോവും. പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കിട്ടിയത് പിന്നെ ബേസിക് സാലറിയുടെ 20%, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റർടൈൻമെൻറ്റ് അലവൻസസിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്പെഷ്യലി അലവൻസ് ടു മീറ്റ് സെർട്ടൈൻ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ പറഞ്ഞു പാർഷ്യലി ടാക്സബിൾ അലവൻസിൽ ഫസ്റ്റ് ഹൗസ് റെൻറ്റ് അലവൻസ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പിന്നെ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് സെർട്ടൈൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അതിൽ 2 ഉള്ളത് സ്പെഷ്യൽ അലവൻസ് ഫോർ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസും അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസും. ഓഫീസ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അലവൻസസ് അവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ്. പിന്നെ പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ടാക്സ് അടയ്ക്കണം, പക്ഷേ എല്ലാ എമൗണ്ടിനും നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ എത്ര എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പറയുന്നതാണ് സ്പെഷ്യൽ അലവൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ്. അതായത് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്? അലവൻസസ് അവർ പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അവർ അലവൻസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് എത്ര എമൗണ്ടിനാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ട്രാവലിംഗ് ഓർ ട്രാൻസ്ഫർ അലവൻസ്. അതായത് ട്രാവലിംഗ് ഓർ ട്രാൻസ്ഫർ അലവൻസ് മാത്രമല്ല, അതിൽ കൺവീനിയൻസ് അലവൻസ് ഉണ്ട്, ഡെയിലി അലവൻസ് ഉണ്ട്, ഹെൽപ്പർ അലവൻസ് ഉണ്ട്, അക്കാദമിക് റിസർച്ച് അലവൻസ് ഉണ്ട്, യൂണിഫോം അലവൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരൊരു 5,000 രൂപ പ്രൊവൈഡ് ചെയ്യാണ്. ഇതിൽ എല്ലാത്തിനും നീ ഡെയിലി അലവൻസ് ആയിട്ട് 5,000 രൂപ എടുത്തോ, ഹെൽപ്പർ അലവൻസ് ആയിട്ട് 5,000 രൂപ എടുത്തോ, അങ്ങനെ ഒരു 5,000 രൂപ എനിക്ക് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഈ 5,000 രൂപയിൽ 3,000 രൂപ എനിക്ക് ചിലവായി, ബാക്കി 2,000 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ സേഫാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് ഈ 2,000 രൂപയ്ക്കാണ്. 3,000 രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ചിലവാക്കിയ എമൗണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട, ചിലവാക്കാത്ത എമൗണ്ട് ഉണ്ടാവില്ല, അതിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഇറ്റ് ഈസ് എക്സം ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഓക്കെ, അതായത് യൂണിഫോം അലവൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ യൂണിഫോം കേട് വന്നു, അങ്ങനെ എനിക്കൊരു യൂണിഫോം അലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യണം, ഒരു 5,000 രൂപ. ഓക്കെ, അങ്ങനെ ഞാൻ പുതിയ യൂണിഫോം വാങ്ങിച്ചു, അത് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ 5,000 രൂപയാണ് എനിക്ക് യൂണിഫോം അലവൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂണിഫോം തുണി വാങ്ങിക്കാനും അത് സ്റ്റിച്ച് ചെയ്യാനും കൂടെ എല്ലാം 3,000 രൂപയായി. ഓക്കെ, ബാക്കി 2,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ അവിടെ സേഫായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എത്ര രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി? 2,000 രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഹെഡിങ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.
ട്രാവലിംഗ് ഓർ ട്രാൻസ്ഫർ അലവൻസ്, കൺവീനിയൻസ് അലവൻസ്, അതായത് ഓഫീസ് ടു ഹോം, ഹോം ടു ഓഫീസ്, അപ്പോൾ അതാണ് കൺവീനിയൻസ് അലവൻസ്. പിന്നെ ഡെയിലി അലവൻസ് എന്ന് പറയുമ്പോൾ എനി അലവൻസ് വെദർ ഗ്രാൻഡഡ് ഓൺ ടൂർ ഓർ ഫോർ ദി പീരിയഡ് ഓഫ് ജേണി, ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ്. പിന്നെ ഹെൽപ്പർ അലവൻസ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ 5000 രൂപയാണ് അവരുടെ മാസം ഞാൻ കൊടുക്കുന്ന സാലറി. പക്ഷേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കമ്പനി അലവൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് 10000 രൂപയാണെങ്കിൽ 5000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം, ബാക്കി 5000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ അക്കാദമിക് റിസർച്ച് അലവൻസ്, അതായത് റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൈസ തന്നു കഴിഞ്ഞാൽ 10000 രൂപ തന്നു, 8000 രൂപയായി എന്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കി 2000 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കണം. അതാണ് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസ്, അതായത് പേഴ്സണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെനിക്ക് അലവൻസസ് എന്ത് ചെയ്യാണ്, ഗ്രാൻറ്റ് അവരെനിക്ക് തരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അലവൻസുകൾ ഏതൊക്കെയാണെന്നാണ് അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. അതായത് എനിക്ക് 2 മക്കളാണുള്ളത്. അപ്പോൾ ഈ 2 മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻ്റെ എംപ്ലോയർ എനിക്ക് എമൗണ്ട് തരികയാണ്. അതായത് ഒരു മാസം 100 രൂപ വെച്ചിട്ട് 2 മക്കൾക്ക് തരാം. അതിൽ കൂടുതൽ തരാൻ പറ്റില്ല, 2 മക്കൾക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ, മൂന്നാമതൊരാളുണ്ടെങ്കിൽ കിട്ടില്ല. ഓക്കെ, അതായത് ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് 2 കുട്ടികൾക്ക് 200 രൂപ വീതം നമുക്ക് തരാം. അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അതായത് എനിക്ക് 2 മക്കളാണുള്ളത്. ഈ 2 മക്കൾക്ക് നോർമലി കിട്ടുകയാണെങ്കിൽ 200 രൂപയാണ് കിട്ടേണ്ടത്. ഓക്കെ, അതായത് ഒരു കുട്ടിക്ക് 100, മറ്റേ കുട്ടിക്ക് 100, അങ്ങനെ 2 കുട്ടികൾക്കും കൂടെ 200 രൂപ, ഒരു വർഷത്തിൽ 2400 രൂപ. ഓക്കെ, ഇതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തടയ്ക്കണം, ആ കൂടുതൽ കിട്ടിയ എമൗണ്ടിന് ഞാൻ ടാക്സ് അടയ്ക്കണം. അതാണ് കേട്ടോ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസിൽ വരുന്ന ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൽ ദിസ് ഈസ് ആൻ അലവൻസ് ടു മീറ്റ് ദ എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് per child or ₹100 per month per child up to a maximum of 2 children, whichever is less is exempted. ഓക്കെ, അതായത് ഒരു കുട്ടിക്ക് 100 രൂപ വീതം, അങ്ങനെ 2 കുട്ടികൾക്ക് നമുക്ക് കിട്ടും, അതായത് 2400 രൂപ. ഓക്കെ, 2400 രൂപയാണ് ഒരു വർഷത്തിൽ എനിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതല്ല, അതിൽ കൂടിക്കഴിഞ്ഞാൽ ആ കൂടിയ എമൗണ്ടിന് ഞാൻ ടാക്സ് അടയ്ക്കണം. അതാണത് പറയുന്നത്. ഓക്കെ, പിന്നെ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് 300 രൂപ വീതം 2 കുട്ടികൾക്കാണ് കിട്ടുക. അങ്ങനെയാകുമ്പോൾ എത്ര കിട്ടും, അങ്ങനെയാകുമ്പോൾ 7800 അല്ലേ ഒരു വർഷത്തിൽ അയാൾക്ക് കിട്ടേണ്ടത് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ 7800 കൂടുതൽ, അതായത് ഒരു കുട്ടിക്ക് 300 രൂപ വീതം 2 കുട്ടികൾക്ക് 300 രൂപ, അതായത് ഒരു കുട്ടിക്ക് ടോട്ടൽ 600 രൂപ ഒരു മാസം കിട്ടും. ഓക്കെ, 600 രൂപ കൂടുതൽ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് 300 രൂപ, അങ്ങനെ 2 കുട്ടികൾക്കാണ് കിട്ടുക. ഓക്കെ, അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വേറെ ഒന്നാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാൻസ്പോർട്ട് അലവൻസിൻ്റെ കേസിൽ അവർക്കും എന്തുണ്ട്, അലവൻസസ് ഉണ്ട്. പക്ഷേ അയാൾ എന്തായിരിക്കണം, ഡിസബിലിറ്റി പേഴ്സൺ ആയിരിക്കണം. അങ്ങനെ ഡിസബിലിറ്റി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ 3200 രൂപ എന്തുണ്ടായിരിക്കും, എക്സംഷൻ ഉണ്ടായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അതായത് എത്ര എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അലവൻസസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് അബ്രോഡ്. അതായത് അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് എന്തെങ്കിലും അലവൻസസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മളല്ല, ആ എംപ്ലോയീസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആൻസർ എഴുതുമ്പോൾ അലവൻസസ് പെയ്ഡ് ടു എന്ന് എഴുതാൻ മറന്നു പോകരുത്. ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ അബ്രോഡ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, അലവൻസസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ അബ്രോഡ് എന്ന് എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വേറെ കേസാണ് ഇത് അലവൻസസ് പെയ്ഡ് ടു UNO എംപ്ലോയീസ്, അലവൻസസ് പെയ്ഡ് ടു ജഡ്ജസ് ഓർ ഹൈക്കോർട്ട് ജഡ്ജസ്, സുപ്രീം, പിന്നെ കോമ്പൻസേറ്ററി അലവൻസ്. ഓക്കെ, ഇത്രയും അലവൻസസ് എന്തായിരിക്കും, ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇതിന്ന് ഇവർക്ക് എത്ര എമൗണ്ട് കിട്ടിയാലും അവർ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണത്, ഫസ്റ്റ് അലവൻസസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ അബ്രോഡ്, അലവൻസസ് പെയ്ഡ് ടു UNO എംപ്ലോയീസ്, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പിന്നെ കോമ്പൻസേറ്ററി അലവൻസസ്. ഓക്കെ, ഇതാണ് അലവൻസസിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ.
ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് പെർക്യൂസൈറ്റ്സ് അല്ലെങ്കിൽ പെർക്യൂസൈറ്റ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചെക്കൗട്ട് ചെയ്ത് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.